ഇന്ന് പ്രധാനമായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ബ്രദർ പറയാൻ ആഗ്രഹിക്കുന്നത്. പ്രധാനമായിട്ടും ഞാനും നിങ്ങളും എല്ലാവരും ജീവിതത്തിൽ പല സമയങ്ങളിൽ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രതിസന്ധി. അപ്പൊ പ്രതിസന്ധി വന്നാൽ നാം എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചുള്ളൊരു ടോപ്പിക്കാണ്. ടോപ്പിക് മാത്രമല്ല, ഇതൊരു റിയാലിറ്റിയാണ്. നമ്മുടെ ജീവിതം നമ്മൾ ആത്മപരിശോധന നടത്തുമ്പോൾ നമുക്ക് പല സമയത്തും നമ്മുടെ ജീവിതം അബുദാളത്തിലായ സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം, എന്താണ് മുന്നോട്ടുള്ള വഴി, ഇങ്ങനെ പല കാര്യങ്ങളും ചിന്തിക്കുന്ന മക്കളാണ് ഞാനും നിങ്ങളും. അറൗണ്ട് 98% ഈ സന്ദേശം കേൾക്കുന്നവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മേ ബി കുറച്ച് ആളുകൾക്ക് അത്യാവശ്യ കാര്യങ്ങളൊക്കെ അറിവുള്ളവരുണ്ട്. ഞാനും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കാര്യത്തെക്കുറിച്ച് ഒരു തിരിച്ചറിവ്, ഒരു മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ വന്നത്. പക്ഷെ ആ സമയത്തൊന്നും കൃത്യമായിട്ടൊന്നും പറഞ്ഞു തരാനോ മുന്നോട്ട് നയിക്കുവാനോ അങ്ങനെ വലിയ പ്രസ്ഥാനങ്ങളോ വലിയ ആളുകളോ ആരും ഉണ്ടായിട്ടില്ലായിരുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട ടോപ്പിക്ക് പ്രതിസന്ധി വന്നാൽ നാം അതിനെ എങ്ങനെ നേരിടണം, എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചാണ്. പ്രത്യേകിച്ചിട്ടും ഇപ്പോൾ എല്ലാ മേഖലകളിലും പ്രതിസന്ധിയുടെ ഒരു കാലഘട്ടമാണ്. അത് നമ്മൾ സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കണ്ണുകൊണ്ട് കാണാനും ചെവി കൊണ്ട് കേൾക്കാനും പറ്റുന്ന ഒരു കാര്യമാണ്. ഞാൻ എന്നെക്കുറിച്ച് നിങ്ങൾക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിനെ കുറിച്ചും അതിൻ്റെ ഉദ്ദേശം എന്താണെന്നും ലക്ഷ്യം എന്താണെന്നും എയിം എന്താണെന്നും കൂടി ഞാൻ ഒന്ന് വെളിപ്പെടുത്തേണ്ടതുണ്ട്. ലക്ഷ്യം അത് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഒരു ലക്ഷ്യമുണ്ട്, നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും. അപ്പോൾ ഇതിലെ എൻ്റെ പേര് ഞാൻ പ്രധാനമായിട്ടും എൻ്റെ പേര് പരിചയപ്പെടുത്തേണ്ടത്. എൻ്റെ പേര് ഇമ്മാനുവൽ എന്നാണ്, കോട്ടയത്ത് നിന്നാണ്. പ്രധാനമായിട്ടും വചന ശുശ്രൂഷയാണ് നമ്മുടെ പ്രധാനപ്പെട്ട യാത്ര. അതുപോലെ തന്നെ ദൈവം നമുക്ക് തന്ന അനുഗ്രഹങ്ങളും കർത്താവിൻ്റെ അനുഗ്രഹങ്ങളും വചന ശുശ്രൂഷയും എന്നാണ് നമ്മുടെ പ്രധാനപ്പെട്ട ടോപ്പിക്കിന്റെ ഹൈലൈറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും വചനം മാത്രം മാനവകുലത്തിന് കൊടുത്തിട്ട് കാര്യമില്ല എന്ന് എനിക്ക് ബോധ്യമായി. അവർക്ക് കുറച്ച് ജ്ഞാനവും അറിവും കൂടി വേണം. ജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിയാലോ, ജ്ഞാനം എന്ന് പറയുമ്പോൾ ജ്ഞാനികളിൽ നിന്നും ലഭിക്കേണ്ടതാണ് ജ്ഞാനം. അറിവ് എന്ന് പറയുന്നത് അറിവുള്ളവരിൽ നിന്നും ലഭിക്കേണ്ടതാണ്. കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് എനിക്കും ഈ ജ്ഞാനവും അറിവൊക്കെ ലഭിച്ചത്. അത് പ്രധാനമായിട്ടും ലഭിച്ചത് ദൈവത്തിൽ നിന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ദൈവത്തോട് നന്ദി പറയണം. ലോകരാജ്യങ്ങളിലെ എൻ്റെ സഹോദരന്മാർക്കും മാതാപിതാക്കന്മാർക്കും അതുപോലെ കുഞ്ഞനുജന്മാർക്കും എല്ലാവർക്കും ഞാൻ ദൈവനാമത്തിൽ നന്ദി പറയുന്നു. പറ്റുമെങ്കിൽ ഞാനൊരു റിക്വസ്റ്റ് വെക്കുന്നു, ഈ പ്രോഗ്രാം ആദ്യം മുതൽ അവസാനം വരെ ക്ഷമയോടുകൂടി കാണാനുള്ളൊരു മനസ്സ് നിങ്ങൾ കൊണ്ടുവരണം. അതൊരു റിക്വസ്റ്റാണ്. കാരണം ഇത് ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ കാണുന്നുവെങ്കിൽ അതിൽ നിങ്ങൾക്ക് വലിയൊരു ദൈവിക അനുഭവം ഉണ്ടാകും. ദൈവിക അനുഭവം മാത്രമല്ല, ഒരു അറിവ് കൂടി അല്ലെങ്കിൽ ജ്ഞാനം കൂടി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം ഒരു പ്രതിസന്ധി വന്നെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വിജിലന്റ് ആവാനും ശ്രദ്ധിക്കാനും അതുപോലെ തന്നെ ആത്മീയമായ ഒരു യാത്രയിലൂടെ സഞ്ചരിക്കാനും സാധിക്കും. ഞാൻ ഉറപ്പ് പറയുന്നു. പറ്റുമെങ്കിൽ ആദ്യം മുതൽ അവസാനം വരെ കാണുക. അതുപോലെ തന്നെ ഞാൻ ഒരു റിക്വസ്റ്റ് കൂടി വെക്കുന്നു. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം, ഇഷ്ടമില്ല എങ്കിൽ സ്വീകരിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. റിക്വസ്റ്റ് വെക്കുന്നത് ഇതാണ്, ഈ ചാനൽ ഇത് സ്പിരിച്വൽ ചാനലാണ്. നിങ്ങൾക്ക് ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ നല്ല നല്ല സന്ദേശങ്ങൾ, ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ
എല്ലാം റിയാലിറ്റി ആയിരിക്കും. എൻ്റെ അനുഭവം, എക്സ്പീരിയൻസ്, ജീവിതത്തിൽ അറിയുന്ന നഗ്ന സത്യത്തെക്കുറിച്ചാണ് ഈ ചാനലിലൂടെ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. എല്ലാം റിയാലിറ്റി ആയിരിക്കും. മറ്റു മേഖലയിൽ നിന്ന് എടുക്കുന്നതോ കട്ട് ചെയ്യുന്നതോ ഒന്നും അങ്ങനെയുള്ളൊരു കാര്യം ഈ ചാനലിൽ ഉണ്ടായിരിക്കുന്നതല്ല എന്ന് ഞാൻ ഉറപ്പ് പറയുന്നു. അപ്പൊ പ്രധാനമായിട്ടും ഈ ചാനലിന്റെ പേര് നിങ്ങൾ എങ്ങനെ സെർച്ച് ചെയ്യാം, എങ്ങനെ ഉപയോഗിക്കാം, എങ്ങനെ കാണാം എന്നതിനെ കുറിച്ച് കൂടി പറഞ്ഞുതരാം. ഈ ചാനലിന്റെ പേര് എന്ന് പറയുമ്പോൾ ഒരു സ്പിരിച്വൽ പേരാണ്. പരിശുദ്ധ അമ്മ 33, പരിശുദ്ധ അമ്മ 33. അപ്പോൾ പ്രൊഫൈൽ പിക്ചർ തിരുക്കുടുംബത്തിന്റെ ഫോട്ടോയാണ്. പരിശുദ്ധ അമ്മയും അതുപോലെ ഔസേപിതാവും ഉണ്ണീശോയും അടങ്ങിയ ഒരു തിരുക്കുടുംബമാണ് നമ്മുടെ ചാനൽ. കാരണം ദൈവത്തിന്റെ അനുവാദത്തോടു കൂടി, ദൈവത്തിന്റെ ബ്ലെസ്സിങ്ങോടുകൂടി ദൈവവചനം പ്രഘോഷിക്കുക, ദൈവവചനം ലോകരാജ്യങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിലൂടെ ഒരുപാട് ദൈവമക്കൾ ദൈവത്തെ അറിഞ്ഞ് ദൈവകൃപയിൽ മുന്നോട്ട് പോകണം, സന്തോഷമായിട്ടിരിക്കണം, അഭിവൃദ്ധി പ്രാപിക്കണം. ഈ ലോകത്തിന്റെ മ്ലേച്ഛതയിൽ നിന്നും മാറി ദൈവത്തിന്റെ ഒരു കരുണയിലേക്കും ദൈവത്തിന്റെ ഒരു സ്നേഹത്തിലേക്കും നിങ്ങൾ വളരുക എന്നതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. ക്രെഡിറ്റോ ക്രെഡിബിലിറ്റിയോ മറ്റു കാര്യങ്ങളോ ഒന്നും അല്ല ഉദ്ദേശിക്കുന്നത്. ഒരുപാട് ആളുകൾ ദൈവത്തിലേക്ക് വരിക, ദൈവത്തെ അറിയുക, നന്മ ചെയ്യുക, സന്തോഷമായിട്ട് ഭൂമിയിൽ ഉള്ള സമയം ജീവിക്കുക, അതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ എങ്ങനെ സെർച്ച് ചെയ്യണമെന്നും എങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും പറഞ്ഞുതരാം. യൂട്യൂബ് എടുക്കുക, എന്നിട്ട് ജസ്റ്റ് സെർച്ച് ബട്ടൺ എടുക്കുക. അവിടെ പോയി പരിശുദ്ധ അമ്മ എന്ന് ബിഗ് ലെറ്റർ ടൈപ്പ് ചെയ്യുക, പരിശുദ്ധ അമ്മ, എന്നിട്ട് ഒരു 33 സംഖ്യ, പരിശുദ്ധ അമ്മ 33. അപ്പോൾ എന്നിട്ട് സെർച്ച് കൊടുത്താൽ നിങ്ങൾക്ക് തിരുക്കുടുംബത്തിന്റെ ആ പ്രൊഫൈൽ ഫോട്ടോ കാണാവുന്നതാണ്. ബ്രദർ ഇമ്മാനുവൽ. അപ്പോൾ നിങ്ങൾ എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളും നിങ്ങൾക്ക് നേരിട്ട് നിങ്ങളുടെ മൊബൈലിലോ ടിവിയിലോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളിത് വിജയിപ്പിക്കുമ്പോൾ ഒരുപാട് മക്കളാണ് വിജയിക്കുന്നത്, ഇമ്മാനുവൽ ബ്രദർ അല്ല. കാരണം എനിക്ക് വിജയിക്കാൻ ദൈവം തന്നെയാണ് രാജാവ്. അവിടുന്ന് തരുന്ന വിജയമാണ് ശാശ്വത വിജയം. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിക്കുക. കാരണം ആരെയും നമുക്ക് ഈ ഭൂമിയിലൊന്നും വിശ്വസിപ്പിക്കാൻ ഒന്നും സ്വന്തമായിട്ട് നമ്മുടെ കയ്യിലില്ല. ദൈവം തമ്പുരാനാണ് അത്ഭുതങ്ങളുടെ രാജാവ്. അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പ്രവേശിക്കാം. എൻ്റെ പേര് ഇമ്മാനുവൽ. കോട്ടയത്ത് നിന്നാണ് ഈ ശുശ്രൂഷ അല്ലെങ്കിൽ ഈ സന്ദേശം അല്ലെങ്കിൽ ഈ മോട്ടിവേഷൻ നിങ്ങൾക്ക് തരുന്നത്. എല്ലാവർക്കും ഞാൻ ദൈവനാമത്തിൽ നന്ദി പറയുന്നു. കാരണം ഈ സന്ദേശം കേൾക്കുവാനുള്ളൊരു മനസ്സ് നിങ്ങളെല്ലാവരും കാണിക്കുന്നുണ്ടല്ലോ, അതിൽ തന്നെ വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കും. കാരണം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ കുടുംബത്തിനും ഉപയോഗപ്രദമാണെങ്കിൽ പറ്റുമെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കോ സഹോദരന്മാർക്കോ സ്വന്തക്കാർക്കോ ബന്ധുക്കാർക്കോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഫോർവേഡ് ചെയ്യാവുന്നതാണ്. ഫേസ്ബുക്കിലോ വാട്സപ്പിലോ ഒക്കെ ഷെയർ ഗ്രൂപ്പിലൊക്കെ നിങ്ങൾക്കത് ഷെയർ ചെയ്യാവുന്നതാണ്. ആർക്കും ബുദ്ധിമുട്ട് ഉണ്ടാകാൻ പാടില്ല. നമ്മൾ കാരണം ആരും ബുദ്ധിമുട്ടാൻ പാടില്ല എന്നും ഒരു നിബന്ധനയുണ്ട്. നിബന്ധനയല്ല, നിർബന്ധം. കാരണം നമ്മളോട് ആരും സങ്കടപ്പെടാനോ ബുദ്ധിമുട്ട് ആകാനോ ഒന്നും പാടില്ല. അപ്പോൾ പ്രധാനമായിട്ടും നമ്മളൊരു പ്രതിസന്ധി വന്നാൽ അതിനെ എങ്ങനെ നേരിടാം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല, എന്തൊക്കെ ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. പ്രധാനമായിട്ടും നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധി ഇല്ലാത്ത ആളുകൾ ഈ ഭൂമിയിലില്ല. സമ്പന്നർക്കും പ്രതിസന്ധിയുണ്ട്, ദരിദ്രർക്കും പ്രതിസന്ധിയുണ്ട്, എല്ലാവർക്കും പ്രതിസന്ധിയുണ്ട്. ആ കാര്യം ഞാനും നിങ്ങളും ഒരിക്കലും മറക്കരുത്. പ്രതിസന്ധി എല്ലാവർക്കും ഉണ്ട്. പ്രതിസന്ധി എന്ന് പറയുമ്പോൾ അറിയാലോ, ജീവിതത്തിൽ ജയം ഉണ്ടാകാം, വിജയം ഉണ്ടാകാം. അപ്പോൾ
ഈ വിജയം വരുമ്പോൾ നമ്മൾ ഒരിക്കലും സന്തോഷിക്കേണ്ട, കൂൾ ആൻഡ് ക്വയറ്റ്, ശാന്തമായിട്ടിരിക്കുക. എന്ത് വരുമ്പോഴും ശാന്തമായിട്ടിരിക്കുക, ശാന്തത കൈവെടിയരുത്. പ്രധാനമായിട്ട് 10 കാര്യങ്ങൾ നമ്മൾ പ്രതിസന്ധി വന്നാൽ ചെയ്യാൻ പാടില്ലാത്ത 10 കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തെ കാര്യം, എല്ലാം അവസാനിച്ചു എന്ന് പറയരുത്. നമ്മുടെ ജീവിതത്തില് ചെറിയൊരു പ്രശ്നം വരുമ്പോൾ എല്ലാം തീർന്നു, എല്ലാം അവസാനിച്ചു, ഇനി മുന്നോട്ടൊന്നുമില്ല, അങ്ങനത്തെ ഒരു ചിന്താഗതി നമ്മൾ തീർച്ചയായിട്ടും മാറ്റിവെക്കണം. ഇന്ന് മുതൽ നിങ്ങൾ ഈ 10 കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഈ സന്ദേശങ്ങളൊന്ന് ജീവിതത്തിലേക്കൊന്ന് കൊണ്ടുവന്ന് നോക്കുക. ഒന്നാമത്തെ കാര്യം അറിയാമല്ലോ, എന്താ? നമ്മുടെ ജീവിതത്തിൽ ചെറിയൊരു പ്രശ്നമായിരിക്കും വരുന്നത്, അതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ നമ്മൾ തരണം ചെയ്തവരാണ്. അപ്പോൾ ഒരു ചെറിയൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ പറയും, എന്താ, ഈ ഒരു കാര്യം എല്ലാം അവസാനിച്ചു, ഒരിക്കലും ഒന്നും അവസാനിക്കുന്നില്ല, ദൈവത്തമ്പുരാനാണ് അതിന്റെ കൺട്രോള്, അതുകൊണ്ട് എല്ലാം അവസാനിച്ചു എന്ന പോയിന്റ് നിങ്ങൾ പറയരുത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രതിസന്ധിയിലേക്ക് നോക്കരുത്. രണ്ടാമത്തെ കാര്യം, എല്ലാം അവസാനിച്ചു എന്ന് പറയരുത്. അതുപോലെ തന്നെ പ്രതിസന്ധിയിലേക്ക് നിങ്ങൾ നോക്കരുത്. ഒരു പ്രശ്നം വന്നാൽ ആ പ്രശ്നത്തിലേക്ക് നിങ്ങൾ നോക്കരുത്. അപ്പോൾ ചോദിക്കാം, ബ്രദർ, പിന്നെ എന്താണ് നോക്കേണ്ടത്, എന്താണ് പിന്നെ ചെയ്യുക? കാരണം ആ പ്രശ്നത്തിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ആ പ്രശ്നം വലുതായി തോന്നും. അപ്പോൾ ആ പ്രശ്നത്തിലേക്കല്ല നോക്കേണ്ടത്. എന്താ ചെയ്യേണ്ടത്? ആ പ്രശ്നം എങ്ങനെ ഫൈറ്റ് ചെയ്യാം, ആ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യാം എന്നതിലേക്കാണ് നോക്കേണ്ടത്. കാരണം ചോദ്യം പല ആളുകൾ ചോദിക്കുന്നു അവരുടെ ഹൃദയത്തിൽ നിന്ന്. അപ്പോൾ അതിന്റെ ആൻസർ ആണ് ഈ പറയുന്നത്. ചില സമയം അവസാനം എത്തുമ്പോഴേക്ക് നമുക്കിത് പറയാൻ ടോപ്പിക്ക് വിട്ടുപോകും. അപ്പോൾ പ്രതിസന്ധി വന്നെങ്കിൽ ആ പ്രശ്നത്തിലേക്ക് നോക്കരുത്, ആ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, എന്താ? അത് തന്നെയാണ്, പ്രതിസന്ധി വന്നാൽ നമ്മൾ ആ പ്രതിസന്ധിയിലേക്ക് നോക്കരുത്. അതുപോലെ തന്നെ എല്ലാം അവസാനിച്ചു എന്ന് പറയരുത്. ദൈവത്തെ പഴിക്കരുത്. പല ആളുകളും പ്രതിസന്ധി വന്നാല് ദൈവത്തെ കുറ്റം പറയും, ദൈവത്തെ പഴിക്കും, ദൈവമാണ് ഇതിന്റെ കാരണം, ദൈവമാണ് ഇങ്ങനെ ചെയ്തത് എന്ന് പറയും. ദൈവം ചെയ്തിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു, ദൈവത്തെ കുറ്റം പറയരുത്, ദൈവത്തെ പഴിക്കരുത്. കാരണം ആ പ്രതിസന്ധിക്ക് കാരണക്കാരൻ ആരാണെന്ന് നിങ്ങൾ ആത്മപരിശോധന നടത്തണം. ഒരിക്കലും ദൈവമല്ല, ഞാനും നിങ്ങൾ തന്നെയാണ് പ്രതിസന്ധിക്ക് കാരണക്കാരൻ. എന്റെ ജീവിതത്തിലാണെങ്കിൽ ഞാൻ, നിങ്ങളുടെ ജീവിതത്തിലാണെങ്കിൽ നിങ്ങൾ ഓരോരുത്തരുമാണ് നിങ്ങളുടെ പ്രതിസന്ധിക്ക് കാരണക്കാർ എന്ന് നിങ്ങൾ ഹൃദയം കൊണ്ട് പൂർണ്ണമായിട്ടും വിശ്വസിക്കണം. അപ്പോൾ മൂന്നാമത്തെ കാര്യം പറഞ്ഞു. നാലാമത്തെ കാര്യം, ദൈവമാണ് ഇത് ചെയ്തത് എന്ന് പറയരുത്. ദൈവമാണ് ഇത് ചെയ്തത് എന്ന് പറയരുത്. കാരണം എന്ത് പ്രശ്നം വരുമ്പോഴും ഇന്ന് ലോകത്തിൽ എല്ലാവരും പറയുന്നത് ദൈവമാണ് ഇത് ചെയ്തത്. ഒരിക്കലുമല്ല, അത് തെറ്റാണ്. ദൈവമല്ല, നമ്മുടെ തന്നെ കുറച്ച് നമ്മുടെ തന്നെ കുറച്ച് പോരായ്മകളാണ് നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്, നമ്മൾ അമിതമായി മറ്റുള്ളവരെ വിശ്വസിക്കുന്നത് കൊണ്ടാണ് സംഭവിക്കുന്നത്. ദൈവത്തെക്കാൾ ഉപരി നമ്മൾ മനുഷ്യനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് വീഴ്ച വന്ന് നമ്മൾ വീണ്ടും പോകുന്നത്. അപ്പോൾ അത് നാലാമത്തെ കാര്യം. അഞ്ചാമത്തെ കാര്യം, നെഗറ്റീവ് പറയരുത്. നമുക്കൊരു പ്രതിസന്ധി വരുമ്പോൾ ഇന്ന് ലോകത്തിലെ എല്ലാ മനുഷ്യരും, എൻ്റെ 8 വർഷത്തെ ശുശ്രൂഷ ജീവിതത്തിനിടയിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം, എന്തുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്, 8 വർഷമായിട്ട് 10,000-ഓളം കൗൺസിലിംഗ് ചെയ്ത് കഴിഞ്ഞു. ഒരു 10,000-ഓളം അനുഗ്രഹങ്ങൾ അവർക്ക് ദൈവം കൊടുത്തു കഴിഞ്ഞു. കഴിഞ്ഞു, അത് കൺഫേമാണ് എന്ന് പറയുന്ന അതിന്റെ സാക്ഷ്യങ്ങളെല്ലാം എൻ്റെ ഡാറ്റയിലുണ്ട്. ഒരു 10,000-ഓളം സാക്ഷ്യങ്ങൾ ഇപ്പോൾ എൻ്റെ ഡാറ്റയിലുണ്ട്, ദൈവം കൊടുത്ത അനുഗ്രഹങ്ങൾ. അപ്പോൾ നെഗറ്റീവ് പറയരുത്. ഇപ്പൊ ഭാര്യ ഭർത്താവാണെങ്കിൽ എല്ലാവരും എന്തെങ്കിലും ഒരു പ്രശ്നം പറഞ്ഞാൽ അവര് നെഗറ്റീവ് പറഞ്ഞ് അവസാനം ആ പ്രതിസന്ധിയെ വലുതാക്കും. പിന്നീട് അവസാനം ആ പ്രതിസന്ധിയിൽ നിന്ന്
പോകാൻ പറ്റാത്തൊരവസ്ഥ. അതുപോലെ തന്നെ മറ്റുള്ളവരാണ് എൻ്റെ പ്രതിസന്ധിക്ക് കാരണം എന്ന് പറയരുത്. അവർ കാരണം, ഇവർ കാരണം, മറ്റുള്ളവരാണ് എൻ്റെ പ്രതിസന്ധിക്ക് കാരണം എന്ന് പറയരുത്. അതെന്തുകൊണ്ട് എന്ന് പറഞ്ഞാല് നമ്മൾ ഉപകരണമായി നിൽക്കുന്നത് കൊണ്ടല്ലേ മറ്റുള്ളവർ പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. നമ്മൾ ശാന്തമായി അതിന് മാനേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. അപ്പോൾ ആ പ്രതിസന്ധി നമ്മളിൽ നിന്ന് മാറിപ്പോകും. അതുപോലെ തന്നെ ആറാമത്തെ കാര്യം പറഞ്ഞ മറ്റുള്ളവരെ പഴിക്കരുത്, അവരാണ് ഇത് ചെയ്തത് എന്ന് പറയരുത്. അപ്പോൾ ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. ഏഴാമത്തെ കാര്യം, ഞാൻ ഒന്നിനും കൊള്ളാത്തവൾ എന്ന് പറയരുത്. എന്താ ഏഴാമത്തെ കാര്യം? അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഈ ഭൂമിയിൽ എല്ലാ മനുഷ്യരും, സ്ത്രീ പുരുഷനും, എന്നും ഒരു പ്രതിസന്ധി വന്നെങ്കിൽ പറയും എന്താ, സ്വയം തന്നെ അവര് കൺഫേം ചെയ്യും, ഞാനൊന്നിനും കൊള്ളാത്തവൾ. ദയവ് ചെയ്തിട്ട് ഇനി മുതൽ നമ്മുടെ ജീവിതത്തില്, ഞാനും വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തെ അറിയാത്ത സമയത്ത്, എന്നെ തന്നെ മനസ്സിലാക്കാത്ത സമയത്ത് ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അനേകർ എന്നെ കുറിച്ച് പറഞ്ഞിരുന്നു. പക്ഷെ എങ്കിലും നമ്മൾ അതൊക്കെ ക്ഷമിക്കണം, അവരോട് ക്ഷമിക്കണം. അതുപോലെ തന്നെ എന്താ, ഞാനൊന്നിനും കൊള്ളാത്തവൻ എന്ന് പറയരുത്. ഒരിക്കലും അങ്ങനെ പറയരുത്. കാരണം ദൈവം നമ്മളെ എല്ലാത്തിനും കൊള്ളുന്ന സ്ത്രീ പുരുഷനുമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ആരാ? ദൈവം തമ്പുരാൻ നമുക്ക് കഴിവും ബുദ്ധി, വിവേകവും, ജ്ഞാനവും, അറിവൊക്കെ ഈ എന്നെ ശ്രമിക്കുന്ന 98% പേർക്കും ദൈവം ഒരുപാട് കഴിവുകൾ തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ 100% പറയുന്നു, നിങ്ങൾ എന്നെ ശ്രമിക്കുമ്പോൾ ഞാൻ നിങ്ങളെ കാണുന്നു. എങ്ങനെ കാണുന്നു? ആത്മാവിൽ കാണുന്നു. തീർച്ചയായിട്ടും നമുക്ക് ആത്മാവിൽ ഓരോ മനുഷ്യരെയും കാണാൻ സാധിക്കും. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് പറ്റും. അത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ നമുക്ക് പറയാൻ ഇല്ല. ഒരുപാടുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ട കാര്യം? അതെന്നെ അറിയുന്ന മക്കൾക്ക് തീർച്ചയായിട്ടും അത് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാത്തവരെ ഞാൻ ഒരിക്കലും ഒന്നും പറയത്തില്ല. കാരണം എന്നെ അറിയുന്ന കുറച്ച് മക്കളുണ്ട്, അവർക്കത് കൃത്യമായിട്ട് അറിയാം. അത് ദൈവം തന്നിരിക്കുന്ന കൃപയാണ്, നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാനാണ്. ദൈവമേ, അങ്ങേക്ക് നന്ദി. അപ്പൊ പ്രത്യേകിച്ചും നെഗറ്റീവ് പറയരുത്, മറ്റുള്ളവരെ പഴയരുത്, അവരാണ് കാരണം എന്ന് പറയരുത്. ഞാൻ ഒന്നിനും കൊള്ളാത്തവൻ എന്ന് പറയരുത്. പിന്നെ പ്രധാനപ്പെട്ട അടുത്ത കാര്യം, 8ാമത്തെ കാര്യം, സ്വയം ശപിക്കരുത്. പല ആളുകളും സ്വയം തന്നെ ശപിക്കും. അത് നല്ലതല്ല. അത് വളരെ മോശമായിട്ടുള്ള ഒരു ശീലമാണ്. ഇന്നു മുതൽ അങ്ങനെയുള്ള ശീലങ്ങള് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും, ഹൃദയത്തിൽ നിന്നും അതൊന്ന് മാറ്റുക. സ്വയം ശപിക്കരുത്. മറ്റുള്ളവരെയും നമുക്ക് അബദ്ധത്തിൽ ദേഷ്യം കൊണ്ടൊക്കെ നമ്മൾ പറഞ്ഞു പോകാം. തീർച്ചയായിട്ടും പച്ചയായിട്ടുള്ള മനുഷ്യരാണ് ഞാനും നിങ്ങളും. പക്ഷേ എങ്കിലും ഞാൻ ഒരു റിക്വസ്റ്റ് വെക്കുന്ന, സ്വയം ശപിക്കരുത്. കാരണം സ്വയം ശ്രമിക്കുമ്പോൾ നിങ്ങളെ തന്നെ ഇല്ലായ്മ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ദുശ്ശീലം എല്ലാവരും ഒന്ന് മാറ്റുക. അതുപോലെ തന്നെ 9ാമത്തെ കാര്യം, എനിക്ക് ആരുമില്ല എന്ന് പറയരുത്. 99% പേരും ജീവിതത്തില് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാവും. ഒരു തവണയെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. ഒരു തവണയല്ല, എല്ലാ ദിവസവും പറയുന്ന ആളുകളാണ് ഈ കേൾക്കുന്ന ആളുകള്. നിങ്ങൾ ഹൃദയം കൊണ്ട് എല്ലാ ദിവസവും, മീൻസ് പുറമേ പറഞ്ഞില്ലെങ്കിലും ഹൃദയം കൊണ്ട് നിങ്ങൾ പറയുന്നുണ്ട്. എന്താ? എനിക്ക് ആരുമില്ല. ഞാനും പണ്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാനും വലിയ ആളൊന്നുമില്ല, ഞാനും നിങ്ങളിൽ ഒരുവൻ മാത്രമാകുന്നു. കാരണം ബ്രദർ പറഞ്ഞിട്ടുണ്ട്, ഇതിൽ 100% ജെന്യൂൻ ആയിരിക്കും, സത്യസന്ധമായിട്ടുള്ള കാര്യമായിരിക്കുന്നത്. അതുകൊണ്ടാണ് ബ്രദർ എന്നെ ഉൾപ്പെടുത്തുന്നത്. കാരണം നമ്മളെല്ലാവരും ബലഹീനരാണ്. ചില സമയത്ത് നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കാത്ത സാഹചര്യങ്ങൾ വരാറുണ്ട്. അപ്പോഴും ഈ കാര്യങ്ങൾ
എനിക്ക് ആരുമില്ല എന്ന് പറയരുത്. അതെന്തുകൊണ്ട് എന്ന് പറഞ്ഞാല് നമുക്ക് എല്ലാവരും ഉണ്ട്. അതിനേക്കാൾ ഉപരി ദൈവമുണ്ട് എന്ന് ഹൃദയത്തിൽ എഴുതി വെക്കണം. കാരണം ഒരുപാട് 100 ആളുകൾ ഉണ്ടാകുന്നതും ഒരാള് നമ്മളെ സ്നേഹിക്കാനുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമാണ്. 100 ആളിനേക്കാൾ വലുത് ഒരാളായിരിക്കും. അപ്പൊ നമുക്ക് ആരെങ്കിലും ഒരാളെ ദൈവം ഒരുക്കി തരും. തീർച്ചയായിട്ടും വിശ്വസിക്കുക. നിങ്ങൾക്ക് എന്ത് പ്രശ്നം വന്നെങ്കിലും ഞാനൊരു കാര്യം റിക്വസ്റ്റ് ചെയ്യുന്നു. കാരണം ഇതൊരു സ്പിരിച്വൽ ചാനൽ ആയതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾ എന്ത് പ്രതിസന്ധി വന്നെങ്കിലും നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു അദർശ ശക്തി നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. ആ കാര്യം മറക്കരുത്. എല്ലാവർക്കും ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അദർശ ശക്തി നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അതാണ് ദൈവം തമ്പുരാൻ. എന്നും എപ്പോഴും മരണം വരെ ആ ശക്തി എൻ്റെ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് ഞാൻ ഉറപ്പ് പറയുന്നു. ഇത് ഉറപ്പ് പറയണമെങ്കിൽ എന്തുകൊണ്ട്? അനുഭവം ഉണ്ടായത് കൊണ്ടാണ് ഉറപ്പ് പറയുന്നത് കേട്ടോ. ഓക്കെ, ആ ശക്തി ഇല്ലായിരുന്നെങ്കിൽ എനിക്കിന്ന് നിങ്ങൾക്ക് സന്ദേശം തരാൻ സാധിക്കുകയില്ല. ആ ശക്തി ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ഈ സന്ദേശം തരുന്നത്. ഇപ്പോൾ എൻ്റെ കൂടെ ഈ റൂമിൽ അല്ലെങ്കിൽ ഈ വചനം പ്രഘോഷിക്കുന്ന ഈ സന്ദേശം തരുന്ന ഈ സ്ഥലത്ത് ആ ശക്തി എൻ്റെ കൂടെയുണ്ട്. കാരണം ഞാനത് വിശ്വസിക്കുന്നു. നമ്മൾ വിശ്വസിച്ചാൽ അതവിടെ നടന്നിരിക്കും. അപ്പോൾ ആ ശക്തിയുടെ പ്രേരണയിലാണ് സന്ദേശം തരുന്നത്. ബോറടിക്കുന്നുണ്ടെങ്കിൽ സോറി, ക്ഷമിക്കണം. ഇതൊരു റിയാലിറ്റിയാണ്, സത്യമാണ്. ഓക്കെ, അപ്പോൾ ചോദ്യങ്ങൾ പലതും വരും. ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം തരാനുള്ള വലിയ കഴിവൊന്നും എനിക്കില്ല. എൻ്റെ ആത്മീയ നോളജിലുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് ആരുമില്ല എന്ന് പറയരുത്. 9ാമത്തെ കാര്യം. 10ാമത്തെ കാര്യം, എന്നെ ആർക്കും വേണ്ട, ഞാൻ ശരിയല്ല എന്ന് പറയരുത്. നമ്മളിൽ പലർ ഒരു ചെറിയൊരു തെറ്റ് പറ്റുമ്പോൾ സ്വയം തന്നെ മുദ്ര കുത്തും. എന്താ? എന്നെ ആർക്കും വേണ്ട, ഞാൻ ശരിയല്ല. ഞാനും പണ്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി, അങ്ങനെ പറയരുത്. എന്നെ ആർക്കും വേണ്ട എന്ന് പറയരുത്, ഞാൻ ശരിയല്ല എന്ന് പറയരുത്. കാരണം നമ്മളെ എന്നും ഇപ്പോഴും സ്നേഹിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. തീർച്ചയായിട്ടും ആ ദൈവത്തിന് എന്നെയും നിങ്ങളെയും ആവശ്യമാണ്. ഇത് ഉറപ്പാണ്. അതുപോലെ തന്നെ 10 കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ നമ്മൾ പ്രധാനപ്പെട്ട ഒരു മെസ്സേജ്, നമ്മൾ എല്ലാ കാര്യങ്ങളും പോസിറ്റീവായി കാണാൻ ശ്രമിക്കണം. എല്ലാ കാര്യങ്ങളും പോസിറ്റീവായി കാണാൻ ശ്രമിക്കണം. നിങ്ങൾ പോസിറ്റീവായി കാണാൻ ആഗ്രഹിക്കുമ്പോൾ അത് പോസിറ്റീവായിട്ട് നടന്നിരിക്കും. 100% വിശ്വസിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ പാകപ്പെടുത്തണം. നമ്മൾ ചെറിയ കുഞ്ഞാണെങ്കിലും വലിയ കുഞ്ഞാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ഒരു കാര്യം വളരെ ശ്രദ്ധിക്കണം. നമ്മൾ എത്ര വലിയ പ്രശ്നം വന്നെങ്കിലും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ പ്രശ്നത്തിലേക്ക് നോക്കി പ്രശ്നം വഷളാക്കരുത്. പ്രശ്നത്തിലേക്ക് നോക്കരുത്. അതുപോലെ തന്നെ ഒരു പ്രശ്നം വന്നാൽ കുറച്ച് സമയം നിങ്ങൾ ശാന്തമായിരിക്കണം. എന്താ ചെയ്യേണ്ട കാര്യം? വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ശ്രമിച്ചു നോക്കുക. ഈ സന്ദേശം പറ്റുമെങ്കിൽ ഒരു 3 തവണയൊക്കെ നിങ്ങൾ ഒരു ഹെഡ്ഫോണിൽ കേൾക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത് തീർച്ചയായിട്ടും ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും സാധിക്കും. എത്ര വലിയ പ്രശ്നം വന്നെങ്കിലും നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം ശാന്തമായി അവിടെ ഇരിക്കണം. എത്ര വലിയ പ്രശ്നം, ഒരിക്കലും മറ്റുള്ളവർ പഴി പറയരുത്, കുറ്റം പറയരുത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളെ കാരണം, അവരെ കാരണം, ഇവരെ കാരണം മറ്റുള്ളവരെ നമ്മൾ നെഗറ്റീവ് പറയരുത്. എത്ര വലിയ പ്രശ്നം വന്നെങ്കിലും നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ശാന്തമായി അവിടെ ഇരിക്കുക. ഒരു 3 മിനിറ്റോ 4 മിനിറ്റോ 5 മിനിറ്റോ ശാന്തമായി ഇരിക്കുക. ദുഃഖിച്ചുകൊണ്ടിരിക്കരുത്. വളരെ ക്വയറ്റ്, ശാന്തമായിട്ടിരിക്കുക. എന്നിട്ട് അതിൻ്റെ ഇടയിൽ നടക്കുന്ന മിറാക്കിൾ ഞാൻ പറഞ്ഞു തരാം. ആദ്യം ശാന്തമായിട്ടിരിക്കുക. സെക്കൻഡ്, മനസ്സിനെ പാകപ്പെടുത്തുക. മനസ്സിനെ ശാന്തമാക്കുക. അതുപോലെ തന്നെ അടുത്ത 3ാമത്തെ സ്റ്റെപ്പ്, അറിവുള്ളവരുമായിട്ട് മനസ്സിനെ ആദ്യം ചെയ്യേണ്ട കാര്യം പ്രശ്നത്തിലേക്ക് നോക്കരുത്.
ഒരു പ്രശ്നം വന്നാൽ കുറച്ച് സമയം ശാന്തമായിരിക്കുക, മനസ്സിനെ പാകപ്പെടുത്തുക, ശാന്തപ്പെടുത്തുക, മീൻസ് കൂളാക്കുക. അത് കഴിഞ്ഞ് പ്രധാനപ്പെട്ട അടുത്ത കാര്യം അറിവുള്ളവരുമായി സംസാരിക്കുക. എന്താ വെരി ഇമ്പോർട്ടന്റ്, അറിവുള്ളവരുമായിട്ട് സംസാരിക്കുക. അല്ലാതെ വീട്ടിൽ പറയുന്നവരോട് സംസാരിച്ചാല് ആ പ്രശ്നം വഷളായി മാറും. അപ്പോൾ ആരാണ് അറിവുള്ളവർ? ഞാനൊരു റിക്വസ്റ്റ് വെക്കുന്നു, പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ചില സമയം ആ സമയത്ത് മറ്റുള്ളവരെ വിളിച്ചാൽ കിട്ടണമെന്നില്ല. കാരണം എല്ലാവരും ഇന്ന് ബിസിയാണ്, എല്ലാവരും തിരക്കാണ്. ആരുടെയും കുറ്റമല്ല, എല്ലാവർക്കും നൂറുകൂട്ട പ്രശ്നങ്ങളുടെ നടുവിലാണ് മനുഷ്യനോടുന്നത്. അപ്പോൾ ചില കാര്യങ്ങൾ കേൾക്കാനും ശ്രമിക്കാനും ആരുമില്ലാന്ന് വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞുതരാം. പറ്റുമെങ്കിൽ ഞാൻ പറഞ്ഞു, അറിവുള്ളവരുമായിട്ട് സംസാരിക്കുക. അറിവുള്ളവർ കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ട, ആകുലപ്പെടേണ്ട. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങൾ ഏത് വിശ്വാസിയാണെങ്കിലും നോ പ്രോബ്ലം. കാരണം എല്ലാവരെയും സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവം തന്നെയാണ്. അതുകൊണ്ട് ഏത് വിശ്വാസം, എന്ത് വിശ്വാസം എന്നതല്ല നമുക്കിവിടെ പ്രാധാന്യം. നമുക്ക് ആ പ്രതിസന്ധിയെ നേരിടുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നമ്മൾ ദൈവത്തിന്റെ അടുത്തിരിക്കുക, ദൈവസന്നിധിയിൽ. നിങ്ങളുടെ ഭവനത്തില് പൂജാമുറി, പ്രയർ റൂം അല്ലെങ്കിൽ പ്രാർത്ഥനാ റൂം ഉണ്ടെങ്കിൽ, കാരണം ഇത് കോമൺ സന്ദേശമായതുകൊണ്ടാണ് ബ്രദർ അങ്ങനെ കൃത്യമായിട്ട് പറയുന്നത്. ഇത് എല്ലാവർക്കുമുള്ള സന്ദേശമാണ്. കാരണം എല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നു. നമ്മൾ പറയാറില്ല ദൈവം സ്നേഹമാകുന്നു. ഓക്കെ, തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ശാന്തമായി കുറച്ചു നേരം, ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ദൈവത്തോട് സംസാരിക്കുക. തീർച്ചയായിട്ടും സംസാരിക്കാം, തെറ്റൊന്നുമില്ല. നിങ്ങളാരും ഒന്നും മോശമായിട്ടൊന്നും പറയത്തില്ല. പറഞ്ഞെങ്കിലും കാര്യമാക്കണ്ട. അതല്ല എനിക്ക് പറയാൻ പറ്റും. പറഞ്ഞെങ്കിലും കാര്യമാക്കണ്ട. ചില സമയം പറയും, നെറ്റ് പൊട്ടും പോയി, ഇതൊക്കെ പറയും. പക്ഷെ നമ്മൾ അതൊന്നും വലിയ കാര്യമാക്കണ്ട. നമ്മൾ അത് ശാന്തമായി നേരിടുമ്പോൾ ജീവിതത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ഞാൻ ഉറപ്പ് പറയുന്നു, ഹൃദയം തൊട്ട് ഉറപ്പ് പറയുന്നു. അപ്പോൾ നാലാമത്തെ കാര്യം, ദൈവത്തോട് ശാന്തമായി കുറച്ച് സമയം സംസാരിക്കുക. അതുപോലെ തന്നെ ദൈവത്തോട് നല്ലത് വന്നെങ്കിലും മോശം വന്നെങ്കിലും നന്ദി പറഞ്ഞ് കുറച്ച് സമയം അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. എന്ത് പ്രശ്നം വന്നെങ്കിലും ദൈവത്തോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഞാനും ആദ്യ കാലഘട്ടത്തിൽ ഇതിന്റെ തീഷ്ണത അറിയില്ലായിരുന്നു. പക്ഷെ പിന്നീട് അതിന് പ്രയോജനമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അത് എക്സ്പീരിയൻസിലൂടെ ഞാൻ പഠിച്ചത് കൊണ്ടാണ് പറയുന്നത്. നിങ്ങൾ ദൈവത്തോട് ശാന്തമായി സംസാരിക്കുക, നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ അടുത്ത കാര്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നല്ല നല്ല മീഡിയ, ന്യൂസ്, വാർത്തകൾ, പ്രോഗ്രാംസ്, വചന ശുശ്രൂഷ, സന്ദേശങ്ങള്, ആത്മീയ നോളജ്, ആത്മീയ അറിവുകൾ കാണാൻ ശ്രമിക്കണം. ഈ ലോകത്തിലെ മ്ലേച്ഛത അല്ലെങ്കിൽ നെഗറ്റീവ് സംഭാഷണങ്ങള്, നെഗറ്റീവ് സിനിമകള്, നെഗറ്റീവ് ന്യൂസുകള്, ബാഡായിട്ടുള്ള കാര്യങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളൊന്ന് ഒഴിവാക്കാൻ ശ്രമിക്കണം. അത് റിക്വസ്റ്റ് ആണ്. കാരണം എങ്കിൽ ഇവിടെ നമുക്ക് എല്ലാ പ്രശ്നത്തെയും നേരിടാൻ പറ്റും, ഞാൻ ഉറപ്പ് പറയുന്നു. അതുപോലെ തന്നെ പോസിറ്റീവായത് കൂടുതൽ ഭവനത്തിൽ സംസാരിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. കാരണം നിങ്ങളുടെ കുടുംബത്തില് മാതാപിതാക്കളാണെങ്കിലും മക്കളാണെങ്കിലും എല്ലാവരും നല്ല കാര്യങ്ങൾ ഭവനത്തിൽ സംസാരിച്ച് ഒന്ന് പരിശീലിക്കണം. മറ്റുള്ളവരെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്ന് പോയി തലയിടണ്ട. കാരണം എന്തുകൊണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നും ഒരു പ്രോഫിറ്റും ഒരു ലാഭവും ഒന്നും കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തോട് ചോദിച്ചു നോക്കുക. ഹൃദയമാണ് നമ്മുടെ മൊത്തം കൺട്രോള്. ഒന്നും കിട്ടത്തില്ല. എന്താ കിട്ടുക? ഒന്നും കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കാണുകയും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുക. അപ്പോൾ മനസ്സിലായോ? അപ്പൊ അത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഒരു 3 മാസം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ലോങ് ടൈം നിങ്ങൾ ആരും ചിന്തിക്കണ്ട, ഷോർട്ട് ടൈം ചിന്തിച്ചാൽ മതി. അതെന്തുകൊണ്ട് എന്ന് പറഞ്ഞുതരാം. എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ്, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് 10 വർഷം 20 വർഷം 30 വർഷത്തേക്ക് പ്ലാനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ
കണക്കൂട്ടി ഇങ്ങനെ ചിന്തിച്ച വ്യക്തിയായിരുന്നു. പല കാര്യങ്ങളും, പല ഡ്രീംസുകളും ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ എന്താ ഒരു സ്വപ്നമായി മാറുമ്പോൾ നമ്മൾ ടോട്ടലി വറീഡ് ആവും, നമ്മൾ ടോട്ടലി ഒരു ഡിപ്രഷൻ മോഡിലേക്ക് എത്തും. അപ്പോൾ അതിലേക്ക് നിങ്ങൾ ആരും പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നത്. ഷോർട്ട് ടൈം നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചിന്തിച്ചാൽ മതിയിട്ടാ. നിങ്ങൾക്ക് മാറ്റത്തിലേക്ക് വരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഷോർട്ട് ടൈം ചിന്തിക്കുക. അറൗണ്ട് ഒരു 3 അല്ലെങ്കിൽ 6 മാസത്തേക്കുള്ള യാത്ര പ്ലാൻ ചെയ്താൽ മതി. സാധാരണ ഇതിപ്പോ 1-2 ദിവസത്തേക്കുള്ള കാര്യങ്ങൾ പോലും ചിന്തിക്കാൻ പറ്റാത്ത മനുഷ്യരാണ് 90% പേരും. പക്ഷെ എങ്കിലും ഞാൻ പറയുന്ന കുഴപ്പമില്ല, ഒരു 3 മാസം അല്ലെങ്കിൽ 6 മാസത്തേക്കുള്ള കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും, സമ്പാദ്യം, മറ്റു കാര്യങ്ങൾ എല്ലാം ഷോർട്ട് ടൈം ആയിട്ട് നമ്മൾ മീൻസ് ഒരു പ്ലാൻ, ഒരു ഇമാജിൻ കൊണ്ടുവന്നാൽ മതി. ഒരു ഇമാജിൻ, ഒരുപാട് ലോങ് ടൈം തിങ്ക് ചെയ്യരുത്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ സ്ട്രക്കായി പോകും. അതുകൊണ്ട് ഷോർട്ട് ടൈം, 1 മാസം സന്തോഷമായിട്ട് ജീവിക്കുക, 2 മാസം സന്തോഷമായിട്ട് ജീവിക്കുക, 3 മാസം സന്തോഷമായിട്ട് ജീവിക്കുക, പിന്നെ 4 മാസം അങ്ങനെ പോയി 6 മാസം ബാക്കിയൊക്കെ അല്ലേ, ബാക്കി കാര്യങ്ങൾ ദൈവം നോക്കിക്കോളും. അപ്പോഴേക്ക് അവിടെ നിങ്ങൾക്ക് പുതിയ പുതിയ വാതിലുകൾ ദൈവം തുറന്നു തരും. ഉറപ്പ് വിശ്വസിക്കുക. പിന്നെ നിങ്ങൾ ചില മാതാപിതാക്കൾക്ക് ഒരു വലിയൊരു അബദ്ധം പറ്റുന്നുണ്ട്. അബദ്ധം സിമ്പിളാണ്. അവർ സ്വന്തം ജീവിതം നോക്കാതെ, സ്വന്തം ജീവിതമോ സ്വന്തം സന്തോഷമോ സ്വന്തം ആവശ്യങ്ങളോ ഒന്നും നോക്കാതെ മക്കൾക്ക് വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യുന്ന മാതാപിതാക്കൾ, ശരിക്കും ബ്രദറിനോട് ദേഷ്യമോ പിണക്കമൊന്നും തോന്നരുത്. നിങ്ങൾ മണ്ടന്മാരും വണ്ടികളുമാണ്. തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നത്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ചിന്തിച്ചൊരു വ്യക്തിയായിരുന്നു. ശരിക്കും ഞാൻ വലിയൊരു മണ്ടനായി മാറി പിന്നീട്. അപ്പൊ ചോദിക്കും, ഇപ്പോഴും ആണ്? ഒരിക്കലും അങ്ങനെ ചിന്തിച്ചാലേ എനിക്ക് സന്തോഷമേ ഉണ്ടാവും. കാരണം നിങ്ങൾ എൻ്റെ കുടുംബാംഗങ്ങളാണ്, മീൻസ് എൻ്റെ കുടുംബത്തിലെ അംഗങ്ങളാണ് നിങ്ങളെല്ലാവരും. അതുകൊണ്ട് എനിക്ക് പരാതിയോ പരിഭവങ്ങളോ പിണക്കങ്ങളോ ഒന്നുമില്ല. ഒരിക്കലും സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ, മീൻസ് റിയാലിറ്റിയാണ്. കാരണം എനിക്ക് ആരോടും പിണക്കങ്ങളോ പരാതിയോ പരിഭവങ്ങളോ ഒന്നുമില്ല. കാരണം എന്തിനു വേണ്ടിയിട്ടാണ്? എന്താ അതിൽ നമുക്ക് കിട്ടുക? ഒന്നും കിട്ടാൻ പോകുന്നില്ല. മീൻസ് എല്ലാവരോടും ക്ഷമിച്ച് സന്തോഷത്തോടുകൂടി അങ്ങോട്ട് പോവുക. അതാണ് യഥാർത്ഥ വഴി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആരോടും പരിഭവം പരാതികളോ പിണക്കങ്ങളോ ഒന്നുമില്ല. ചില സമയം ചില സാഹചര്യത്തിൽ ദേഷ്യം കോപമൊക്കെ വരാം. തെറ്റുകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ചില ദേഷ്യങ്ങളും കോപങ്ങളും ഉണ്ടാവാറുണ്ട്. പക്ഷെ ആരോടും വൈരാഗ്യമോ വെറുപ്പോ വിദ്വേഷമോ മീൻസ് പകയോ പ്രതികാര ചിന്തയോ ഒന്നും ഇല്ല. 100% ഞാൻ ഹൃദയത്തിട്ട് പറയുന്നു. കാരണം ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ? ആരോടും ഇല്ല. ശത്രുക്കളോട് പോലും സ്നേഹം മാത്രമേ ഉള്ളൂ. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാല്, എന്നെ നയിക്കുന്ന പിതാവ് എനിക്ക് തന്ന ഒരു മെസ്സേജ് അതാണ്. എന്നെ ഒരു പിതാവ് നയിക്കുന്നുണ്ട്. ആ പിതാവ് പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്: മോനെ, എല്ലാവരോടും ക്ഷമിച്ച് സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ. തീർച്ചയായിട്ടും ഞാനത് അംഗീകരിക്കുന്നു. ആ പിതാവ് നീതിമാനാണ്. ആ പിതാവിന് ഒരു വാല്യൂ ഉണ്ട്. അപ്പോൾ ഓക്കെ, അത് ഞാൻ ഫിലോസഫിയിലേക്ക് പോകുന്നില്ല. ഫിലോസഫി അല്ല, റിയാലിറ്റിയാണ്. അപ്പോൾ നമ്മൾ എന്താ, അതുപോലെ തന്നെ ഷോർട്ട് ടൈം നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ഒരുപാട് ലോങ് ടൈമിലേക്ക് നിങ്ങൾ പോകണ്ട. മീൻസ് ഇന്ന് കണ്ടു, നാളെ ഞാനോ നിങ്ങളോ ഉണ്ടോ ഇല്ലയോ എന്ന് ഒരുറപ്പുമില്ല. ഭയപ്പെടുത്തുകയല്ല കേട്ടോ, റിയാലിറ്റിയാണ്. ഒരുറപ്പുമില്ല. എന്തുറപ്പുള്ളത്? ഒരുറപ്പുമില്ല. കാരണം ഇന്നത്തെ ന്യൂസിൽ ഒരു കാര്യം നമുക്ക് കാണാൻ പറ്റി. ഇന്നലത്തെ ന്യൂസിൽ എന്താ, ഒരു ഫ്ലൈറ്റ് ആക്സിഡന്റ്, എത്ര പേര് മരണപ്പെട്ടു, എന്തൊക്കെ ഉണ്ടായി, എന്തൊക്കെ സ്വപ്നങ്ങൾ, എന്തൊക്കെ ലക്ഷ്യങ്ങൾ, എത്ര ആഗ്രഹങ്ങൾ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെ വിഷമമുണ്ട്. പക്ഷെ ഇത്രയുള്ള മനുഷ്യന്റെ ആയുസ് ഒരു പൊടി പോലും നമുക്ക് തൂത്തുവാരി എടുക്കാൻ പറ്റാത്ത രീതിയിലാണ് കാര്യങ്ങളുടെ ഗതി. ഒരു പൊടി പോലും കുടുംബാംഗങ്ങൾക്ക് ഒന്ന് സംസ്കരിക്കാൻ പോലും ഒന്നുമില്ല. ശരിക്കും അതാണ്. പക്ഷെ നമ്മളൊക്കെ പലതും ചിന്തിക്കും. അപ്പോൾ ഞാൻ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. മനുഷ്യ ജീവിതം എന്ത് കണ്ടു നാളെ ഇല്ല.
അപ്പോൾ നമ്മൾ എന്തിനാ പ്രതികാരം, എന്തിനാ വൈരാഗ്യം, എന്തിനാ ശത്രുത, എന്തിനാ വിദ്വേഷം, എന്തിനാ പിണക്കങ്ങൾ? ചെറിയ ജീവിതം സന്തോഷമായിട്ട് ജീവിച്ച് ആ ജീവിതം സന്തോഷപ്രദമായി മാറ്റുവാൻ എല്ലാവരും ശ്രമിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ അന്വേഷിക്കുവിൻ, കണ്ടെത്തുവിൻ. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പ്രശ്നം വന്നെങ്കിൽ നിങ്ങൾ എന്താ അതിന്റെ സൊല്യൂഷൻ നിങ്ങൾ അന്വേഷിക്കുക. ദൈവത്തോട് ചോദിച്ച് അന്വേഷിക്കുമ്പോൾ ഈസി ആയിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു വഴി തമ്പുരാൻ ഒരുക്കി തരും. അതൊരു സത്യമാണ്. അപ്പോൾ പിന്നെ ഭയം പൂർണ്ണമായി മാറ്റുക. ഒരു പ്രതിസന്ധി വന്നാൽ നിങ്ങൾ ദയവ് ചെയ്തിട്ട് ആവശ്യമില്ലാതെ ഭയപ്പെടരുത്. ഭയപ്പെട്ടാൽ നമുക്ക് ആ പ്രതിസന്ധിയെ ഫൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല, നേരിടാൻ പറ്റുകയില്ല. പാനിക് ആവരുത്, മനസ്സ് ശാന്തമാക്കുക. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ നടക്കണമെങ്കിൽ നമ്മൾ നല്ല നല്ല സ്വപ്നങ്ങൾ, നല്ല നല്ല കാര്യങ്ങൾ, നല്ല നല്ല സംഭാഷണങ്ങൾ, അങ്ങനെ എല്ലാം നല്ലതിലേക്ക് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കുക. അതുപോലെ തന്നെ മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു വലിയൊരു പരീക്ഷണമാണ്. പരീക്ഷണം മീൻസ് എല്ലാ ദിവസവും നമുക്ക് പരീക്ഷണമായിരിക്കും. ചില സമയത്ത് മീൻസ് എന്നെ കേൾക്കുന്ന ചില അമ്മമാര് ചിന്തിക്കുന്നുണ്ടാവും, ദൈവമേ എന്റെ ജീവിതം വല്ലാത്തൊരു പരീക്ഷണമാണല്ലോ, ഇങ്ങനെയൊക്കെയാണോ മനുഷ്യ ജീവിതം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് ആൾക്കാരുണ്ടാവും. അപ്പൊ ഞാൻ പറയുന്നത് അത് വലിയൊരു പരീക്ഷണമാണ്. ആ പരീക്ഷണമല്ല, ഒരു പരീക്ഷയാണ്, ഒരു എക്സാമാണ്. അതിൽ കുറെ ആള് വിജയിക്കും, കുറെ ആളുകൾ ഫെയിൽഡ് ആവുന്നു. പക്ഷെ ഇപ്പൊ നോക്കുമ്പോൾ പണ്ടത്തെ കണക്കല്ല. ഇപ്പൊ മുമ്പൊക്കെ ആണെങ്കിൽ ഒരു എക്സാം എഴുതി കഴിഞ്ഞാല് 5-10 പേര് ഫെയിൽഡ് ആവും. പക്ഷെ ഇപ്പൊ നോക്കുമ്പോൾ എക്സാമിനേക്കാൾ മനുഷ്യന്റെ ജീവിതം 100 പേരെടുത്താൽ 90 ഫെയിൽഡ്, 10 മാത്രമേ ഉള്ളൂ ഏകദേശം തട്ടിമുട്ടി പോകുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ മനുഷ്യ ജീവിതം ഒരു വലിയൊരു ടെസ്റ്റാണ്, ഒരു പരീക്ഷയാണ്. പിന്നെ നമ്മുടെ പരിശ്രമമാണ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം. നമ്മുടെ പരിശ്രമമാണ് വിജയത്തിലേക്കുള്ള വഴി. നമ്മൾ ഒരു സ്ഥലത്ത് പോയി വീണുപോയി എന്നോർത്ത് നമ്മൾ അവിടെ തന്നെ കിടന്ന് ഉരുണ്ട് സമയം വേസ്റ്റ് ചെയ്യരുത്. എങ്ങനെയെങ്കിലും പൊടി തട്ടി എഴുന്നേക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ കാണിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും അവിടെ നിന്ന് എഴുന്നേറ്റ് ലക്ഷ്യസ്ഥാനത്തേക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. എന്താ മനസ്സിലായോ? ഒരു പ്രശ്നം വന്നാൽ ദയവ് ചെയ്ത് നിങ്ങൾ അവിടെ കിടന്ന് ചുമ്മാ വറീനാവരുത്. മേ ബി ഇന്ന് ലോകത്ത് ഒരു ഭാര്യയ്ക്കൊരു പ്രശ്നം വന്നാല് പിന്നെ കുടുംബത്തില് മൊത്തത്തില് വലിയൊരു ഭൂകമ്പമായിരിക്കും. പക്ഷെ ചെറിയൊരു കാര്യമായിരിക്കാം, ഭർത്താവിന് പ്രശ്നം ഉണ്ടാക്കും, മക്കൾക്ക് പ്രശ്നം, മൊത്തത്തിൽ പ്രശ്നമായിട്ട് ടോട്ടലി ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് ആ കുടുംബം പിന്നീട് പോവുക. അങ്ങനെ ആവരുത്. ഭാര്യയും ഭർത്താവും ശാന്തമായി അതിനെ നേരിടണം. ഭാര്യ ചെയ്യേണ്ട കാര്യം എന്താ? വെരി സിമ്പിൾ. അത് ശാന്തമായി ഇവിടെ കുറച്ചു നേരം ശാന്തത ഉണ്ടാക്കുക. ശാന്ത സ്വഭാവം നമ്മൾ എപ്പോഴും പരിശീലിപ്പിക്കണം. നമുക്കാർക്കും ശാന്ത സ്വഭാവം ഉണ്ടാകാൻ സാധ്യതയില്ല, വളരെ കുറവാണ്. നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവിന് മാത്രമേ ശാന്ത സ്വഭാവമുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മളൊക്കെ പ്രശ്നക്കാരാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്നത് പരിശ്രമമാണ് നമ്മുടെ വിജയം. പ്രതിസന്ധി വരുമ്പോൾ വളരെ കൂളായിട്ട് അതിനെ നേരിടാനുള്ള ഒരു ശ്രമം നടത്തുക. അവിടെ തീർച്ചയായിട്ടും നമുക്ക് ഈസി ആയിട്ട് ആ പ്രതിസന്ധിയെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു ഉറച്ച തീരുമാനം, ഉറച്ച വിശ്വാസം നമുക്കുണ്ടാവണം. അതുപോലെ തന്നെ തോൽക്കാൻ തയ്യാറാണെങ്കിൽ വിജയിക്കാം. വെരി ഇമ്പോർട്ടന്റ്. എന്താണ്? തോൽക്കാൻ തയ്യാറാണെങ്കിൽ വിജയിക്കാം. പക്ഷെ ഇതെന്താണെന്ന് ചിന്തിക്കുന്നുണ്ടാവും അല്ലെ? തീർച്ചയായിട്ടും അത് സത്യമാണ്. നിങ്ങൾ ഈ സന്ദേശം കേൾക്കുന്ന ഓരോ മക്കളും, നിങ്ങളുടെ മുന്നിൽ ഒരാൾ ഒരു പ്രതിസന്ധിയായിട്ട് വരുമ്പോൾ നിങ്ങൾ ശാന്തതയോട് കൂടിയിട്ട് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക. ഒന്നുകിൽ ശാന്തമായിട്ടിരിക്കുക. അപ്പോൾ എതിർകക്ഷി ആ ഒരു വലിയ പ്രതിസന്ധിയെ ഈസി ആയിട്ട് ഒഴിവാക്കിയിട്ട് അവർ പോകും. നിങ്ങൾ യുദ്ധം ചെയ്യാൻ നിന്നാൽ ആ പ്രതിസന്ധി വലുതായി അവസാനം
വലിയൊരു പ്രശ്നമായിട്ട് മാറും. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ വിശ്വസിക്കുക, മുന്നോട്ട് പോകുക. എനിക്ക് റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ ജീവിതം സന്തോഷപ്രദമായി മാറാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ അത്രയേറെ പഠിച്ച് സ്റ്റഡി ചെയ്തിട്ടാണ് ഈ പറയുന്നത്. ഒരുപാട് വർഷം ഈ ഓരോ കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു യാത്രയാണ്. ആത്മീയനോളജി എന്ന് പറയുന്നത് വെറുതെ ചുമ്മാ കിട്ടുന്നതല്ല, അത് കുറച്ച് റിസ്ക് എടുത്തിട്ട് നേടിയെടുക്കേണ്ട ഒരു കാര്യമാണ്. അത് ദൈവം ഒരു കൃപ തരുന്നെങ്കിൽ നമുക്കത് ദൈവകൃപയിൽ സംസാരിക്കാൻ സാധിക്കും. അപ്പോൾ പിന്നെ മടി കൂടാതെ ചോദിക്കുക. എന്താണ് ചോദിക്കേണ്ടത്? അറിവ്, ജ്ഞാനം ദൈവത്തോടും ദേവദാസന്മാരോടും തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ വിട്ടുകൊടുത്ത് യാത്ര ചെയ്യുക. എന്താണ് വിട്ടുകൊടുക്കൽ? നമ്മുടെ ജീവിതത്തിൽ എന്ത് കാര്യമാണെങ്കിലും നമ്മൾ കൂൾ ആൻഡ് ക്വയറ്റ് ശാന്തമായിട്ട് വിട്ടുകൊടുത്ത് പോവുക. എന്താ ഉള്ളത്? ഇപ്പൊ ഭാര്യയാണെങ്കിൽ എന്ത് ചെയ്യണം? ഭർത്താവ് ഒരു കാര്യം പറഞ്ഞു, അവിടെ പിടിവാശി ഇല്ലാതെ കുഴപ്പമില്ല ചേട്ടനെടുത്തോ, എനിക്കിപ്പോ വേണ്ട, പിന്നെ മതി എന്ന് സന്തോഷത്തോടുകൂടി പറഞ്ഞാല് എന്താ അവിടെ സംഭവിക്കുക? ആ ചേട്ടൻ ആ ഭാര്യയെ ഒരുപാട് സ്നേഹിക്കുകയാണ് ചെയ്യുക. അല്ലാണ്ട് ആ ഭാര്യ കൊള്ളത്തില്ല എന്നല്ല പറയുക. ആ ഭാര്യയെ ഒരുപാട് സ്നേഹിക്കും. എന്നിട്ട് തിരിച്ച് ആ വസ്തു സന്തോഷത്തോടുകൂടി അവൾക്ക് കൊടുത്തിട്ട് ചിലപ്പോ മോളെ നാളേക്ക് വിളിക്കുക. ചിലപ്പോ എന്താണെന്നറിയത്തില്ല. നമുക്ക് സ്നേഹം വരുമ്പോൾ ഭർത്താക്കന്മാരിപ്പോ ഭാര്യയെ സ്നേഹത്തോടു കൂടി വിളിക്കും. അപ്പോൾ തിരിച്ചു കൊടുത്തിട്ട് പറയും, കുഴപ്പമില്ല, നീ തന്നെ എടുത്തോ, എനിക്ക് സന്തോഷം ആയി എന്ന് പറയും. കാരണം ഇതാണ് വിട്ടുകൊടുത്തുള്ള യാത്ര. ഭർത്താവാണെങ്കിലും തീർച്ചയായിട്ടും ഇത് രണ്ട് സെക്ഷനും ഒരേ നിയമമാണ്. ഭർത്താവാണെങ്കിൽ ചില വാശിയുള്ള ഭാര്യമാരുണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷെ നിങ്ങൾ വാശിയല്ല അവിടെ കാണിക്കേണ്ടത്. നിങ്ങൾ ഭർത്താവ് ദൈവത്തിന്റെ മകനാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആ വാശിയിൽ പങ്കെടുക്കാതെ സാരമില്ല, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വിട്ടുകൊടുത്തു പോകണം. വിട്ടുകൊടുക്കുമ്പോൾ ആ ഭാര്യ സൈലന്റ് ആകും, അവൾ ഭർത്താവിനെ കൂടുതൽ സ്നേഹിക്കും. എനിക്ക് നിങ്ങൾക്ക് ഇല്ലാത്തൊരു കാര്യം അതാണ് വിട്ടുകൊടുക്കൽ. എനിക്ക് ചില സമയത്തില്ല കേട്ടോ. മീൻസ് ഞാൻ ഈ പറയുന്നത് എനിക്കല്ല, നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടും ഞാനും അത് ഫോളോ ചെയ്യുന്നുണ്ട്. ഞാൻ ഫോളോ ചെയ്യാതെ അല്ല പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ പല കാര്യങ്ങളിലൂടെയും എനിക്ക് പഠിക്കാൻ പറ്റിയ വലിയൊരു അറിവാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. അത് നിങ്ങൾക്ക് ഗുണപ്രദമാകും തീർച്ചയായിട്ടും. നിങ്ങൾ ഭാര്യ ഭർത്താവ് കലഹിക്കുമ്പോൾ ദയവ് ചെയ്തിട്ട് ഒരാൾ ശാന്തമാകുക. ഭർത്താവ് കലഹിക്കുമ്പോൾ ഭാര്യ ശാന്തമാകുക. ഒന്നും തിരിച്ച് റിയാക്ട് ചെയ്യരുത്, ഒന്നും സംസാരിക്കരുത്. എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ സമാധാനം, സന്തോഷം വേണമെങ്കിൽ ദയവ് ചെയ്തിട്ട് നിങ്ങൾ ശാന്തമാകണം. അപ്പോൾ എതിർ ശക്തി വളരെ സ്നേഹത്തോടുകൂടി നമ്മളോട് സംസാരിക്കും. ഭർത്താവാണെങ്കിലും ദേഷ്യപ്പെടുമ്പോൾ ഭാര്യ ശാന്തമാകുക. ഭർത്താവിന് നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഭാര്യയ്ക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, കുഞ്ഞുങ്ങൾക്കും. കാരണം നിങ്ങളുടെ സ്വഭാവം കണ്ടിട്ടാണ് നിങ്ങളുടെ മക്കൾ ജീവിക്കുന്നത്. പക്ഷെ പിന്നീട് അവരെ തിരുത്താൻ നിങ്ങൾക്ക് ഒരു കാരണവശാലും സാധിച്ചെന്ന് വരില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം. അപ്പോൾ പ്രതിസന്ധി വന്നാൽ നമ്മൾ എങ്ങനെ നേരിടാം, എങ്ങനെ അതിനെ തരണം ചെയ്യാം, അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കാൻ പാടില്ലാത്ത, പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ ചിന്തിക്കാൻ പാടില്ലാത്ത 10 കാര്യങ്ങൾ. അതുപോലെ തന്നെ പ്രധാനമായിട്ട് നമുക്ക് പല ആളുകൾക്കും വേദന, മനസ്സിൽ വേദനകൾ ഇങ്ങനെ അലട്ടിക്കൊണ്ടേയിരിക്കും. ആ ഒരു പ്രശ്നമുണ്ട്. അവഗണന, ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്ന ഒരനുഭവം. പ്രതീക്ഷ ദൈവത്തിൽ അർപ്പിക്കുക. അപ്പോൾ സങ്കടം ഒഴിവാക്കുക, ശാന്തമാക്കുക, കുറ്റബോധം മാറ്റുക, സ്വയം കുറ്റപ്പെടുത്തൽ ഒഴിവാക്കുക, പ്രതികാര മനോഭാവം ഒഴിവാക്കുക, വെറുപ്പ്, വിദ്വേഷം ഒഴിവാക്കുക, ദേഷ്യം, കോപം ഒഴിവാക്കാൻ ശ്രമിക്കുക. കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഓർത്ത് ആരും ദയവ് ചെയ്ത് വിലപിക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ
5 വർഷം മുമ്പ് ഒരു കാര്യം നടന്നു. മീൻസ് വിവാഹമായിരിക്കാം, ഉദാഹരണം ഞാനിടാം. വിവാഹമാകുമ്പോൾ കുറച്ച് ഈസി ആണല്ലോ. 5 വർഷം മുമ്പ് വിവാഹം കഴിഞ്ഞു. 6-ാം വർഷം എന്താ അതിനെക്കുറിച്ച് അയ്യോ വേണ്ടായിരുന്നല്ലോ, പറ്റിപ്പോയല്ലോ, വേറെ നല്ലത് കിട്ടുമായിരുന്നല്ലോ, ഇങ്ങനെയൊന്നും ചിന്തിക്കരുത്. അപ്പോൾ അത് കഴിഞ്ഞു പോയി, അത് 5 വർഷം മുമ്പ് കഴിഞ്ഞു പോയി. ഇനി നമ്മൾ എന്താ അതിൽ സന്തോഷമായിട്ടിരിക്കുക, അതിൽ സന്തോഷിക്കുക, ഉള്ളതിൽ സന്തോഷിക്കുക. 5 വർഷത്തിന് മുമ്പുള്ള കാര്യം ഓർത്ത് ചിന്തിച്ച് വിലപിക്കരുത്. സ്ത്രീയും പുരുഷനും ആരും എല്ലാവർക്കുമാണ് ഈ സന്ദേശം. കഴിഞ്ഞു പോയതിനെ കുറിച്ച് നിങ്ങൾ വിലപിച്ചാൽ നിങ്ങൾക്ക് അത് തിരിച്ചു കിട്ടുകയില്ല. പല ആളുകളും എന്താ കഴിഞ്ഞു പോയതിനെ ഓർത്ത് വിലപിച്ച ജീവിതം എന്താ ഒന്നുമല്ലാത്ത ഒരവസ്ഥയിലാക്കി തീർക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. കാരണം 10,000-ഓളം കൗൺസിലിംഗ് ഇപ്പോൾ നടത്തിക്കഴിഞ്ഞു. അവിടെയൊക്കെ 99% പേരുടെ ജീവിതം പരാജയപ്പെടാൻ കാരണം കഴിഞ്ഞു പോയതിനെ ഓർത്ത് അവര് ഹൃദയത്തിൽ കൊണ്ട് നടക്കുകയാണ്, വിലപിക്കുകയാണ്.